ചർച്ച ചെയ്യുക. അതാണ് അതിൻ്റെ രീതി. അത് സാധാരണക്കാർക്കും ബോധവൽക്കരിക്കുക. അതാണ് നമ്മൾ ഇതിനോട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു 37 വർഷത്തിൽ 37ാമത്തെ സെമിനാറാണ് പോകുന്നു. അത് 37 വർഷമായിട്ടും പല രീതിയിലുള്ള വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നിവിടെ ചർച്ച ചെയ്ത വിഷയം ഇന്നത്തെ മലയാളിയുടെ മാനസികാവസ്ഥയും സംഘർഷങ്ങളും, മനസ്സും സംഘർഷങ്ങളും എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. സാധാരണ മുമ്പൊക്കെ ഒരു 19 വർഷം മുമ്പ് വരെ ഒരു മനോരോഗത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരാൾ കൃത്യമായിട്ട് ഇന്ന കാരണം കൊണ്ട് എനിക്ക് അസുഖം വന്നു, അത് പലതും പ്രത്യേകിച്ച് പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളുണ്ടാവും. അതല്ലാതെ കൂടുതലായിട്ടുള്ള മനസ്സിനാഘാതം വരുന്ന ചില സംഗതികൾ ഉണ്ടാകുമ്പോൾ മനോരോഗം വരാം. ഇന്നിപ്പോൾ നമ്മൾ ശാരീരികമായ പ്രഷർ, പ്രമേഹമൊക്കെ ഏത് രീതിയിൽ ഇന്ന് കൂടുതലായി കാണപ്പെടുന്നു. അതായത് നമ്മുടെ ഭക്ഷണക്രമം, തെറ്റായ ജീവിത രീതി, ഇതുകൊണ്ടൊക്കെ ശാരീരികമായ അസുഖങ്ങൾ കൂടി വരുന്നത്. ഇതേ പ്രകാരം തന്നെയാണ് ഇപ്പോൾ മാനസിക രോഗങ്ങളും കൂടി വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ചൊരു കാരണമൊന്നും ഇല്ലാതെ തന്നെ മനോരോഗം വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു രോഗിയോട് കാരണങ്ങൾ അന്വേഷിച്ച് നമ്മൾ പിന്നോട്ട് പോകുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെടും. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ മനോരോഗം വരുമോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത് പ്രത്യേകമായിട്ട് ഒരു ഇലക്ഷൻ സീസൺ വന്നാൽ മനോരോഗം ഉണ്ടാവാറുണ്ട്. ഒരു 10-14 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങൾ ഉണ്ടാകുമ്പോൾ മനോരോഗം വരാറുണ്ട്. വീട്ടിലൊരു ഫംഗ്ഷൻ നടന്ന മനോരോഗം ഉണ്ടാവാറുണ്ട്. എന്തിനു പറയുന്നു, സിനിമ കണ്ടാൽ പോലും മനോരോഗം ഉണ്ടാകുന്നത്. അതിന് ഉദാഹരണമാണ് ഈ തന്മാത്ര സിനിമ കണ്ടിട്ട് ഒട്ടനവധി പേര് ഇവിടെ മനോരോഗികൾ വന്നിട്ടുണ്ട്. അത്രയും സ്വാധീനിച്ചൊരു പടമാണ്. അതേമാതിരി സ്കൂളിലെ വിദ്യാർത്ഥികൾ SSLC തോറ്റാൽ, അതേമാതിരി ജയിച്ചാൽ വരാന്ന് പറഞ്ഞാൽ 100 മാർക്ക് ഉണ്ടാക്കി 90 മാർക്കിട്ട് 1 മാർക്കിന് പ്രശ്നിച്ചാൽ അങ്ങനെ സാധാരണ കാണുന്നതാണ്. അപ്പോൾ പൊതുവെ നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്രത്യേകിച്ചും കേരളീയരുടെ മനോബലം കുറഞ്ഞു വരുന്നതാണ് നമുക്ക് എവിടെ ഇതിൻ്റെ പിന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കിട്ടുന്നത്. കാര്യങ്ങൾ നേരിടാനുള്ള മനഃശക്തി കുറയാം. എന്ത് കാര്യം അതിൻ്റെ രീതിയിൽ നമ്മൾ നേരിടണം. ആ നേരിടാനുള്ള മനഃശക്തി കുറഞ്ഞു വരികയാണ്. അതുകൊണ്ടാണ് ഈ ചെറിയ കാര്യങ്ങളൊക്കെ വിഷമിക്കുകയും അതിന് ഈ വിഷമം ഉണ്ടാകുന്നത് പിന്നീട് ഗുരുതരമായ മനോരോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ റിയാക്ഷൻ ഷോസ് എലിമിനേറ്റ് ആവുന്ന കണ്ടസ്റ്റൻസ് മാനസികമായി വളരാറുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട്. അതുമാത്രമല്ല ഈ ഇതിന് മുമ്പത്തെ റിയാക്ഷൻ ഷോ ചാനലൊന്നും പറഞ്ഞില്ല. ഒരു സിനിമ സമയത്തെ ഒരു കുട്ടിയെ പുൽപ്പള്ളിയിലൊരു കുട്ടിയെ ഈ ഫസ്റ്റ് ഓഡീഷനിൽ അതിനെ തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ തെരഞ്ഞെടുക്കുമ്പോൾ 10-60 പേരിൽ കാറ്റി പൊട്ടി കുഞ്ഞ് 30 കാണണം. അങ്ങനെ ആയപ്പോൾ ഈ കുട്ടിയൊക്കെ കുട്ടി നല്ല സന്തോഷിച്ചു. അപ്പോൾ ഇതിൻ്റെ ആളും ഒക്കെ വന്നിട്ട് ഈ കുട്ടീൻ്റെ അച്ഛനോടും പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, കുട്ടിയെ കിട്ടിയിട്ടുണ്ട്, വേറെയും കുറേ കുട്ടികളുണ്ടല്ലോ, കുട്ടിയൊക്കെ മുന്നോട്ട് വരണ്ടേ, അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ, 2 ലക്ഷം തന്നോളൂ, ഒരു സെമിമേൽ വരെ ആക്കി ഞങ്ങളെ എത്തുന്നു. ഇതാണ് ഇന്നത്തെ സ്ഥിതി. അതോടുകൂടി തന്നെ ആ കുട്ടിയുടെ പ്രശ്നം കൂടുകയും പ്രശ്നം ഉണ്ടാവുകയും. ഇതൊക്കെ നമ്മൾ അല്ലാതെ വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരു വിഷമസ്ഥിതിക്ക് വരാം. ഇതൊക്കെ മനസ്സിന്റെ വിഷമങ്ങളെ കൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളെ കൊണ്ടാണ് ഈ വിഷയം ഇന്നിവിടെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഇതിനെ കടവ് ജലീസാറിന് നേരത്തെ പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതിൻ്റെ കടവിലേക്ക് ഞാൻ കിടക്കുകയാണ്. ആദ്യമായി ഈ സെമിനാറിൽ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ വന്ന ജലീസാറാണ്. അദ്ദേഹം നമ്മുടെ കുറ്റിപ്പുറം MLA ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ ഒരുപാട് ആൾക്കാരുമായി എന്നും ഇടപഴകുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും ഈ വിഷയത്തെക്കുറിച്ചും അദ്ദേഹത്തിന് നല്ലൊരു കാഴ്ചപ്പാടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും മുമ്പിൽ മണിക്ക് വേണ്ടിയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ മുരുകൻ കാട്ടാക്കട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കേൾക്കാതിരിക്കുകയും മൂളാതിരിക്കുകയും ചെയ്യുന്ന മലയാളി ലോകത്തെവിടെ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഒരു കവിയാണ്, ഗാനരചയിതാവാണ്. തിരുവനന്തപുരം ആര്യനാട് ഗവൺമെൻറ് HSSൽ പ്രിൻസിപ്പളാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കവിതകൾ കന്നഡ, ബാഗ്ദാദ്, രേണുക, രക്തസാക്ഷി, കർഷകൻ്റെ ആത്മഹത്യാക്കുറിപ്പ് മുതലായവ. പ്രധാന സിനിമാ ഗാനങ്ങളുണ്ട്. ചം ചം എന്ന മഞ്ജു സിംഗിലെ പാട്ട്,
ചെമ്പകപ്പൂങ്കാട്ടിൽ എന്ന രതി നിർവഹത്തിലെ പാട്ട്, മാവിൻ ചോട്ടിൽ എന്ന ഒരു നാൾ വരുന്ന സിനിമയിലെ പാട്ട്, ഇതൊക്കെ അദ്ദേഹം എഴുതിയിട്ടുള്ള പാട്ട്, വളരെ ഹിറ്റായിട്ടുള്ള പാട്ടുകളാണ്. പിന്നെ അതിന് പുസ്തകങ്ങൾ കന്നഡ, പിന്നെ റെയിൻബോ, പിന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളുണ്ട്, DC ബുക്സാണ് നടത്തുന്നത്. പിന്നെ പുരസ്കാരങ്ങൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. അത് ആദ്യം ഉള്ളത് ഏഷ്യാനെറ്റ് ഉജാല അവാർഡ് 2011 അദ്ദേഹം ലഭിച്ചിട്ടുണ്ട്. പിന്നെ സൂര്യ TV അവാർഡ് 2012 ലഭിച്ചിട്ടുണ്ട്. പിന്നെ മൂലൂർ പുരസ്കാരം 2013 ലഭിച്ചിട്ടുണ്ട്. പിന്നെ EV കൃഷ്ണപിള്ള അവാർഡ് 2011 ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ എത്തി വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇന്നലെ ബസ്സിനും അതൊക്കെ വളരെ ബുദ്ധിമുട്ടിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വളരെയധികം നന്ദി ഞാൻ ഈ സമയത്ത് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും മൂടി മണിക്കും വേണ്ടിയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഷാനി പ്രഭാകരൻ, ഇതെല്ലാവർക്കും മനോരമ ന്യൂസിലൂടെ എല്ലാവരും പരിചയമുള്ളൊരു ആളാണ്. അദ്ദേഹം ചീഫ് ന്യൂസ് പ്രൊഡ്യൂസറാണ് മനോരമ ന്യൂസിലെ. താമരശ്ശേരി സ്വദേശിയാണ്. തുടക്കം ഇന്ത്യ വിഷനിലായിരുന്നു 2003. പിന്നെ 2.5 വർഷത്തിന് ശേഷം മനോരമയിലേക്ക് വന്നു. രാത്രി 9 മണിക്ക് നിങ്ങൾ കൗണ്ടർ പോയിന്റ് ഒരു പരിപാടി കാണാം, അത് പ്രോഗ്രാം ചെയ്യുന്നത് ഇവരാണ്. പിന്നെ ഭർത്താവ് പ്രീജി ജോസഫാണ്. അവരും മനോരമ ന്യൂസിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. മകൾ അഞ്ജലിയാണ് 4 വയസ്സിൽ. ഇവർ ഇതേപോലെ പലരും നിങ്ങൾക്ക് ചാനൽ കണ്ടിട്ടുണ്ടാവും, വളരെയധികം ഭാഗവാദങ്ങളൊക്കെ നടത്തുന്ന ഒരു ആളാണ്. തീർച്ചയായിട്ടും എല്ലാവരുടെയും പൊതുവെ പല ആൾക്കാരും ഇടപഴകുന്നൊരു ആളാണ്. പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്ന നിലയിലും ഇവർക്ക് ഇതിലും വളരെയധികം കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. അവരുടേതായ കാഴ്ചപ്പാട് ഈ വിഷയത്തോട് അവതരിപ്പിക്കും. അവരെ ഞാൻ കുമ്പടി പണിക്ക് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത് ശരത്താണ്, ശരത് ഹരിദാസൻ. അദ്ദേഹം സിനിമ സംവിധായകനാണ്, പരസ്യചിത്ര സംവിധായകനാണ്. ദുൽഖർ സൽമാൻ, നസ്രിയ എന്നിവർ അഭിനയിച്ച സലാല മൊബൈൽസ് എന്ന ചിത്രത്തിന്റെ രചയിതാവും സംവിധായകനുമാണ്. 13 വർഷത്തോളമായി പരസ്യചിത്രങ്ങളും ഡോക്യുമെന്ററികളും നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്യുന്നു. ദുബായിലും മുംബൈയിലും കേരളത്തിലും പ്രവർത്തന മേഖല. കല്യാൺ ജ്വല്ലറി, മലയാള മനോരമ, KP നമ്പൂസ് തുടങ്ങിയ പരസ്യചിത്രങ്ങൾ 2006 മൂലംകൂട് അതിരാത്രം സമ്പൂർണ്ണമായി ചിത്രീകരിച്ച് 208 മണിക്കൂറിൽ ഡോക്യുമെന്റ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ നല്ല ചെറുപ്പക്കാരനായിട്ടുള്ള ആളാണ്. വളരെയധികം ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. അദ്ദേഹത്തെ ഞാൻ ഈ കൂടെ മണിക്ക് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ സെമിനാറിൻ്റെ നിയന്ത്രണം അദ്ദേഹം സാധാരണ ഒരു വാസ്തവനാണ് പതിവ്. ഇപ്രാവശ്യം ഡോക്ടർ അശോക് കുമാറാണ്. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ അവിടുത്തെ അസോസിയേറ്റ് പ്രൊഫസറാണ്. വടകര മണിയൂർ സ്വദേശിയാണ്. MBBS കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കഴിഞ്ഞത്. DPM തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞു. MD സൈക്യാട്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് കഴിഞ്ഞു. 1997 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൈക്യാട്രി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. ഇപ്പോൾ സൈക്യാട്രി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. അദ്ദേഹം നല്ലൊരു ചികിത്സകനാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ചികിത്സയിലും ആൾക്കാരെ കണ്ടുകൊണ്ട് ധാരാളം പരിചയമുള്ള ആളാണ്. പ്രത്യേകിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന ആളുമാണ്. അപ്പോൾ അദ്ദേഹത്തിനും ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട്, ആ രീതിയിലുള്ള കാഴ്ചപ്പാടുണ്ടാവും. അദ്ദേഹത്തെ ഞാൻ ഈ കുമ്പടി മനയ്ക്ക് വേണ്ടിയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ കുട്ടികളുടെ സ്മാരക പ്രഭാഷണം ചെയ്യുന്നുണ്ട്. അത് കുട്ടികളുടെ സ്മാരക പ്രഭാഷണം 5 മിനിറ്റ് നേരം ഏട്ടനാണ് ഈ സെമിനാർ തുടങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഒരു 5 മിനിറ്റ് അദ്ദേഹം സംസാരിക്കും. അദ്ദേഹം തിരൂർ ഡയറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം മലയാളത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആളാണ്. മാവൂര് കണ്ണീർമൂർ സ്വദേശിയാണ്. വീട്ടിക്കാട് നെല്ലപ്പേര്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇവിടെ ചെക്ക് പോസ്റ്റ് സ്കൂളിൽ മാഷായിരുന്നു. വരവധി കാലം 35 വർഷം ഇവിടെ ഇവിടെ ജീവിച്ചിരുന്ന ആളാണ്. ഏട്ടൻ്റെ പഠനകാലം കുറച്ച് കാലം ഈ മാവൂര് വെച്ച് ഇദ്ദേഹത്തിന് ഇല്ലത്തിൽ 2-3 വർഷത്തോളം അവിടെയായിരുന്നു. അതേ കൂടുതൽ ഏട്ടനായിട്ട് ഇടപഴകിയിട്ടുള്ളതും നമ്മളെക്കാളും കൂടുതൽ ഇടപഴകിയിട്ടുള്ളതും ഒക്കെ അദ്ദേഹം ആണ്. അപ്പം അദ്ദേഹം കുട്ടികളുടെ സ്മാരകം പ്രഭാഷണം നിർവഹിക്കും. അദ്ദേഹത്തിന് ഞാൻ കൂടെ മണിക്ക് വേണ്ടി ഇവിടെ എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ ഒരുപാട് പേർ വന്നിട്ടുണ്ട്. ഞാൻ ക്ഷണിച്ചല്ലാത്ത ഒരുപാട് വ്യക്തികൾ വന്നിട്ടുണ്ട്. പിന്നെ OV വാസവൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഈ സെമിനാറിൽ നടത്തിപ്പ് പണ്ട് അച്ഛനും തൊട്ട് പിന്നീട് അങ്ങോട്ട് അദ്ദേഹം
അച്ഛൻ്റെ ശേഷം ഇദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്, എല്ലാ വിഷയങ്ങളൊക്കെ എല്ലാം തീരുമാനിക്കുക. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അതേ പുറമെ അഡ്വക്കേറ്റ് കേശവനാരുണ്ട്, പിന്നെ കോട്ടയ്ക്ക് ശശിധരുണ്ട്, പിന്നെ ഒരുപാട് പേര്, ധാരാളം പേര് വന്നിട്ടുണ്ട്. അവരൊക്കെ ഞാൻ എല്ലാവരെയും വേറെ പറഞ്ഞ എല്ലാവരെയും ഈ വേദിയിലേക്ക് സന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഇത് കഴിഞ്ഞാൽ ഈ പരിപാടി കഴിഞ്ഞാൽ ഈ കൃത്യമായി പറഞ്ഞിരുന്നു ഇത് ഇൻട്രാക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഞാൻ എല്ലാവർക്കും ഒരു പ്രാവശ്യം സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നു.